കിഷ്കിന്ദ കാണ്ഡം. എൻ്റെ മക്കളെ സിനിമ കണ്ടു, ഒന്നും പറയാനില്ല, ബ്രില്യൻ വർക്ക്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മൂവി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ കേട്ട് 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 ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു എന്നാൽ തിയേറ്ററിൽ പോയി ഒന്ന് വാച്ച് ചെയ്തേക്കാം. അവർ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് കേട്ടോ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി തന്നെയാണ്. കാരണം അതിൻ്റെ പിക്ചറൈസേഷൻ നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡയറക്ഷൻ, സ്റ്റോറി പറയുന്ന രീതി, അതുപോലെ ഓരോരുത്തരുടെ പെർഫോമൻസൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ. ദിൻജിത്ത് അയ്യത്താൻ്റെ ഡെബ്യൂ മൂവി ആസിഫ് അലിയുടെ തന്നെ കക്ഷി അമ്പടിപ്പിള്ള എന്നുള്ളതാണ്. എന്നാൽ ആ മൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡയറക്ടർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. കാരണം ആ മൂവി കൊണ്ടുപോകുന്ന രീതി, സ്റ്റോറി നറേഷൻ സ്റ്റൈൽ, അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മികവ് പുലർത്തിയിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട 4 ക്യാരക്ടേഴ്സാണ് ഈ മൂവിയിലുള്ളത്. അതിൽ ഒന്നാമത്തെ ആസിഫ് അലി, പിന്നെ അപർണ ബാലമുരളി, പിന്നെ ജഗദീഷ്, പിന്നെ ഓഫ് കോഴ്സ് വിജയരാഘവൻ. നമുക്ക് വിജയരാഘവനിൽ തന്നെ തുടങ്ങാം. വിജയരാഘവൻ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മൂവീസായിട്ട് നമ്മളതിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് ഒരു ക്യാരക്ടർ, ഈ കുറച്ച് ഇയേഴ്സ് മുന്നേ ചെയ്ത പൂക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള മൂവീസിൽ ആൾ ചെയ്തിട്ടുള്ള പെർഫോമൻസൊക്കെ അപ്രിസിയേഷൻ ഒരുപാട് അറിയിക്കുന്നതായിരുന്നു. പക്ഷേ ഇതിലും ഒട്ടും മോശമൊന്നുമല്ല. ഒരു മെമ്മറി ലോസ് ഉള്ള ഒരു ക്യാരക്ടർ നല്ല ഒബ്സർവേഷൻ ചെയ്തിട്ട് അത് റെൻഡർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ജഗദീഷ് ഇപ്പോൾ കഴിഞ്ഞിപ്പോൾ അജയൻ്റെ 2ാം മോഷണമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഈ മൂവി കിഷ്കിന്ദ കാണ്ഡത്തിലാണെങ്കിലും എല്ലാം നല്ല ഡിഫറെൻറ്റ് വെർസറ്റൈൽ റോൾസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് റോളിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അപർണ ബാലമുരളി ഒരു സട്ടിൽ ക്യാരക്ടറാണ്, അങ്ങനെ എടുത്തു പറയേണ്ട പ്രകടനങ്ങളൊന്നുമില്ല. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ആസിഫ് അലിയുടെ പ്രകടനമാണ്. കാരണം ഒരു ഇൻ്റർവെൽ വരെ ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ആസിഫ് അലി. വളരെ സട്ടിലായിട്ട് നമുക്ക് തോന്നും ഇതെന്താ ആസിഫ് അലി ഇങ്ങനെ വളരെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്, തീരെ പെർഫോം ചെയ്യാത്തതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു ഡയറക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണ് തുറന്ന് കരയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആക്ടിങ്ങിൽ. പക്ഷേ ഇതിലൊരു 2-3 സീക്വൻസിൽ അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആസിഫ് അലി ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ രമേശ്. ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി, കാരണം ഞാൻ ഒരു റിവ്യൂവർ പറയുന്നത് കേട്ടു, ഈ ഒരു സ്റ്റോറി നമുക്ക് ഒരു തേർഡ് പേഴ്സണോട് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ സ്ക്രിപ്റ്റ് റൈറ്റർ 100% സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഈ ഫിലിമിനെ വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ളതാണ് മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദ്. ഇതിൽ ഈ മുജീബ് മജീദിൻ്റെ വർക്കിനെ നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ മൂവിയിലത്തെ ഹാൻസിവറിൻ്റെ വർക്കൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പേര് കമ്പയർ ചെയ്യണതായിട്ട് കണ്ടു. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും വർക്ക് കൊള്ളാം, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്, അടിപൊളിയാണ്. നമുക്ക് ആ ഫിലിമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തു വെച്ചതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ആസ് എ ഓൾ ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു സ്ലോ പേസ്ഡ് മൂവി, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3-4 ക്യാരക്ടേഴ്സ്, അങ്ങനെ പോകുന്ന ഒരു മൂവി ജോണർക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെ ഒരു നമ്മൾ പറയില്ലേ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്, എസ്പെഷ്യലി മൂവി ലവേഴ്സ്. ഈ മൂവി റിവ്യൂകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കാം. താങ്ക് യു.